ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ കോൾപിറ്റ്സ് ഓസിലേറ്റർ. അപ്പോൾ നമ്മൾ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ പഠിച്ചു, അതിൻ്റെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ പഠിച്ചു. പിന്നെ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ പഠിച്ചു, അതിൻ്റെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ പഠിച്ചു അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ കോൾപിറ്റ്സ് ഓസിലേറ്റർ. കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ LC ഓസിലേറ്റർ. നമ്മൾ മറ്റേത് രണ്ടാമത്തല്ല RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ അടുത്തേക്ക് എന്താണ്, അതിൻ്റെ ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് റെസിസ്റ്ററും കപ്പാസിറ്ററും വെച്ചായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അല്ലേ. കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ പടം നോക്കിയേ. കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ അകത്ത് അതിൻ്റെ ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയേക്കുന്നത് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ വെച്ചാണ്. അപ്പോൾ എല്ലും സിയും വെച്ചാണ്. അപ്പോൾ ഒരു കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് LC ഓസിലേറ്റേഴ്സ് ആണ്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ കൊമേഴ്ഷ്യൽ സിഗ്നൽ ജനറേറ്റേഴ്സ് അപ് ടു 100 മെഗാഹെർട്സ്. 100 മെഗാഹെർട്സ് വരെ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽ ജനറേറ്റേഴ്സിലാണ് യൂഷ്വലി കോൾപിറ്റ്സ് ഓസിലേറ്റർ യൂസിങ്. ഇറ്റ് ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സ്റ്റേജ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വിത്ത് ആൻ LC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് അല്ലേ. അപ്പം മറ്റേതിൽ നിന്ന് ഇതിൻ്റെ അകത്ത് വ്യത്യാസം എന്താണ്, കോൾപിറ്റ് ഓസിലേറ്റർ എന്ന് പറയുന്ന ഒരു LC ഓസിലേറ്റേഴ്സ് ആണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കപ്പാസിറ്റേഴ്സ് C1 ആൻഡ് C2 to form a potential divider and is used for providing the feedback voltage, and the voltage across the capacitor C2 provides എന്താണ്, it provides the regenerative feedback for the sustained oscillation. പിന്നെ എന്തൊക്കെയുണ്ട് സർക്യൂട്ടിൽ നമ്മൾ നോക്കിയ യൂഷ്വലി ബാക്കി പഴയതുപോലെ തന്നെ നമുക്ക് R1 R2 എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിവൈഡർ റെസിസ്റ്റേഴ്സ് ഉണ്ട്, RE എന്ന് പറഞ്ഞ എമിറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്, CE എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്, പിന്നെ RCക്ക് പകരം നമുക്ക് RFC ആണുള്ളത് അല്ലെ, റേഡിയോ ഫ്രീക്വൻസി ചോക്ക് ആണുള്ളത്, പിന്നെ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് CC1 CC2 ഉണ്ട്, പിന്നെ നമ്മുടെ ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കിന് പകരം LC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക്. ഇതിൻ്റെ അകത്ത് LC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കിൽ കോൾപിറ്റ്സ് ഓസിലേറ്റർ ഉള്ള 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറുമാണ്, C1 C2 പിന്നെ ഇൻഡക്ടർ L. ദി ഔട്ട്പുട്ട് ഓഫ് ദി ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് ഈസ് കപ്പിൾഡ് ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർക്യൂട്ടിലുള്ളത്. പിന്നെന്താ ഉള്ളത്, പാരലൽ കോമ്പിനേഷൻ ഓഫ് RE CE R1 ആൻഡ് R2 ഫോംസ് ദി proper self-biasing network, and the capacitors CC1 and CC2 are used to provide the input and output coupling between the elements. അപ്പം എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, എന്ത് ചെയ്യും നമ്മൾ, വർക്കിംഗ് എങ്ങനെയാണ്, when supply is given, when VCC is applied to the circuit, VCC is applied to the circuit, എന്ത് സംഭവിക്കുന്നു, the capacitors C1 and C2 gets ചാർജ്. കപ്പാസിറ്റർ C1 ആൻഡ് C2 ചാർജ് ആവും. എന്നിട്ട് അത് ഇതുവഴിയായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്ന, ഡിസ്ചാർജിങ് പാത്ത് നോക്കിയേ ത്രൂ ദി ഇൻഡക്ടർ ആയിരിക്കും അല്ലേ. ദ കപ്പാസിറ്റർ C1 ആൻഡ് C2 ഗെറ്റ്സ് ചാർജ് ആൻഡ് C1 ആൻഡ് C2 ഡിസ്ചാർജ് ത്രൂ ദി ഇൻഡക്ടർ കോയിൽ L, thereby creating a frequency of oscillations having F is equal to എന്താണ് 1/2π root of 1/LC1 plus 1/LC2 എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ഉള്ള ഒരു സസ്റ്റൈൻഡ് ഓസിലേഷൻ ആണ് ഇതിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, the oscillations എങ്ങനെയാണ്, the oscillations across C2 is applied to the base of the transistor and it appears as and it appears as an amplified form across the collector output. അവിടെ നിന്ന് എന്ത് ചെയ്യും, the amplified signal is supplied to the tank circuit in order to reduce the losses, and the tank circuit thus gets proper energy and it ensures undamped oscillations. അതായത് നമ്മൾ VCC സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, കപ്പാസിറ്റേഴ്സ് C1 ആൻഡ് C2 ചാർജ് ആവും. എന്നിട്ട് അത് ഇതുവഴി ഡിസ്ചാർജ് ചെയ്യുന്നു, നമ്മുടെ ഇൻഡക്ടർ വഴി ഡിസ്ചാർജ് ചെയ്യുന്നു. ഈ വോൾട്ടേജ് അക്രോസ് C2 ആണ് നമ്മൾ എങ്ങോട്ട് കൊടുത്തേക്കുന്നത്, നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലോട്ട് കൊടുത്തേക്കുന്നത്. ആ സാധനത്തിനെ വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ കളക്ടറിൽ വരുന്നു, അത് വീണ്ടും ഈ LC നെറ്റ്വർക്കിലോട്ട് വരുന്നു. അത് കാരണമായിട്ട് വീണ്ടും എന്തുവാണ് അവിടെ കപ്പാസിറ്റർ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുന്നു. അതിൻ്റെ പോർഷൻ നമ്മൾ ബേസിലോട്ട് വരുന്നു, വീണ്ടും ആംപ്ലിഫൈ ചെയ്യുന്നു, അതിങ്ങനെ ഔട്ട്പുട്ട് വരുന്നു. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാരണമായിട്ട് നമുക്ക് എന്തോ കണ്ടിന്യൂസ്ലി ഔട്ട്പുട്ടിൽ ഒരു സർട്ടൺ ഫ്രീക്വൻസിയിലുള്ള ഓസിലേഷൻസ് ജനറേറ്റ് ആയി വരുന്നു അല്ലേ. അപ്പോൾ അനാലിസിസ് ഓഫ് കോൾപിറ്റ് ഓസിലേറ്റർ, അനാലിസിസ് ഓഫ് കോൾപിറ്റ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ പറയുന്നത്, അനാലിസിസിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന ഈ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ ഇത് ജനറേറ്റ് ചെയ്യുന്ന ഓസിലേഷൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അനാലിസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കണം അല്ലേ. ഇൻ ഓർഡർ ടു ഡ്രോ ദി ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യും, സർട്ടൺ അസംഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അസംഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇവിടുത്തെ അസംഷൻ, കോൾപിറ്റ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടിൽ വരയ്ക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട അസംഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ HRE എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ ഓഫ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. HR എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ, HRE എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്റർ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം HRE of the transistor is negligibly small and therefore the feedback voltage source HRE into V out in the equivalent circuit is neglected. അപ്പോൾ HRE വളരെ കുറവായതുകൊണ്ട് നമ്മുടെ ഇക്വലൻറ്റ് സർക്യൂട്ട്, നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നല്ലോ HRE into V out, 2 പോർട്ട് നെറ്റ്വർക്ക് വെച്ച് നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ HRE into V out എന്ന് പറഞ്ഞ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു.
പിന്നെ രണ്ടാമത് പറഞ്ഞ എന്താണ്, HOE. HOE എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ അല്ലെ. ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ഓഫ് ദി ട്രാൻസ്മിറ്റർ ഈസ് വെരി സ്മോൾ. അപ്പോൾ അത് കാരണമായിട്ട് എന്ത്, അതിനെ 1/HOE എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ നമ്മുടെ സർക്യൂട്ടിൻ്റെ അകത്തുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനെയും നിഗ്ലക്ട് ചെയ്യുന്നു. അപ്പം HRE വളരെ കുറവായതുകൊണ്ട് HRE × Vout നിഗ്ലക്ട് ചെയ്യുന്നു. HOE കുറവായതുകൊണ്ട് 1/HOE നമ്മൾ നിഗ്ലക്ട് ചെയ്യുന്നു അല്ലേ. Therefore നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ കിട്ടും, ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ദി കോൾപിറ്റ്സ് ഓസിലേറ്റർ അല്ലെങ്കിൽ ജനറലി ഒരു ഓസിലേറ്ററിന്റെ ഇക്വലന്റ് സർക്യൂട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് HIE ഉണ്ട്, HFE × IB ഉണ്ട്, ഇംപിഡൻസ് Z1, Z2, Z3 അല്ല. ഇതാണ് ജനറൽ റെപ്രസെൻറ്റേഷൻ. നമ്മൾ മറ്റേതെല്ലാം നിഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സിംപ്ലിഫൈഡ് ഇക്വലന്റ് സർക്യൂട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മുടെ ഓസിലേറ്ററിന്റെ ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓസിലേറ്ററിന്റെ ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. അപ്പോൾ ഇൻ ഓർഡർ ടു ഹാവ് എ സസ്റ്റൈൻഡ് ഓസിലേഷൻ നമുക്കറിയാം എന്താണ് ബാർഖൗസൻ ക്രൈറ്റീരിയൻ പറയുന്നത്. ഇൻ ഓർഡർ ടു ഹാവ് ആൻ ഓസിലേറ്റർ ടു പ്രൊഡ്യൂസ് സസ്റ്റൈൻഡ് ഓസിലേഷൻ ദ ബാർഖൗസൻ ക്രൈറ്റീരിയൻ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. ബാർഖൗസൻ ക്രൈറ്റീരിയൻ എന്താ പറയുന്നത്, A⁻ = 1 എന്നാണ് പറയുന്നത് അല്ലേ. A⁻ = 1, അതായത് ഗെയിൻ ഇൻറ്റു ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ A⁻β = 1 ആണെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെയുള്ള ഫ്രീക്വൻസി ഉള്ള ഓസിലേഷൻസ് ക്രിയേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് A⁻ = 1 എന്നറിയാം. അപ്പോൾ എയുടെ വാല്യൂ അറിയോ, ബീറ്റയുടെ വാല്യൂ, അല്ലെങ്കിൽ എയുടെ ഇക്വേഷനോ ബീറ്റയുടെ ഇക്വേഷനോ നമുക്കറിയത്തില്ല. അപ്പോൾ എയും ബീറ്റയും കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഗെയിൻ ആണ് അല്ലേ. ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ആണ്. ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്തൗട്ട് ഫീഡ്ബാക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, A = -HFE × ZL / HIE ആണ്. നമുക്ക് തന്നേക്കുന്ന ഡെറിവേഷൻ അതേപോലെ പഠിക്കാതെ നമുക്ക് ഈ രീതിയിൽ പഠിച്ചു. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്ന രീതി പഠിച്ചു. ടെക്സ്റ്റിൻ്റെ അകത്ത് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങ് ഡിറൈവ് ചെയ്ത് പോയേക്കുക. അങ്ങനെ പഠിക്കാതെ എന്ത് വേണം, നമുക്ക് ആദ്യം എന്തോ വേണ്ടത്, നമ്മുടെ ഓസിലേറ്ററിന്റെ ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A⁻ = 1 സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ എയും ബീറ്റയും കണ്ടുപിടിക്കണം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ ഇക്വേഷൻ എന്താണ്, -HFE × ZL / HIE ആണ്. അപ്പോൾ ZL നമുക്കറിയത്തില്ല, ലോഡ് ഇമ്പിഡൻസ് അറിയത്തില്ല. ZL എങ്ങനെ കണ്ടുപിടിക്കാം, നോക്കിയേ സർക്യൂട്ട് നോക്കുമ്പോൾ ZL എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നതാണ്, Z1ൻ്റെയും Z3 + Z2ഉം HIEയുടെയും പാരലൽ കോമ്പിനേഷൻ്റെ മൊത്തത്തിലുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഇക്വലന്റ് ഇമ്പിഡൻസ് ആണ് ZL എന്ന് പറഞ്ഞത്. ZL എന്ന് പറഞ്ഞാൽ എവിടെയാണ്, Z1 അക്രോസ് എന്ന് പറഞ്ഞാൽ Z1 ഏതിനൊക്കെ പാരലായിട്ടിരിക്കുക, Z1 എന്ന് പറഞ്ഞാൽ Z3ൻ്റെയും Z2 HIE പാരലായിട്ടിരിക്കുക, അതിൻ്റെ കോമ്പിനേഷന് പാരലായിട്ടിരിക്കുന്നതാണ് Z1. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും ഇക്വലന്റ് ഇമ്പിഡൻസ് ആണ് ZL എന്ന് പറയുന്നത്. ZL = Z1 ∥ മറ്റേതിൻ്റെ രണ്ടിൻ്റെ സീരീസ് കോമ്പിനേഷൻ Z3 + Z2 ∥ HIE അല്ലേ. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. പാരലാണെങ്കിൽ നമുക്കറിയാം രണ്ട് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഇമ്പിഡൻസ് പാരലായിട്ട് വന്നാൽ Z1 Z2 / Z1 + Z2 ആണ് അല്ലേ. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടും, 1/ZL = 1/Z1 + Z2 + HIE / HIE × Z2 + Z3 + Z2 Z3 എന്ന് കിട്ടും അല്ലേ. അതിലും ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്ത് നമുക്ക് ZL = എന്ത് കിട്ടി, ZL = Z1 × HIE × Z2 + Z3 + Z2 Z3 the whole divided by HIE × Z1 + Z2 + Z3 + Z1 Z2 + Z2 Z3 കിട്ടി. അപ്പം ZL കിട്ടി. ZL കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് A കിട്ടുമല്ലോ. A = -HFE / HIE × ZL ആണ്. അപ്പോൾ A കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം, A⁻ = 1 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇനി ബീറ്റ വേണം അല്ലേ, ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ബീറ്റ വേണം. ബീറ്റ = നമുക്കറിയാം എന്താണ്, ബീറ്റ എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഫ്രാക്ഷനാണ്. ഔട്ട്പുട്ടിൻ്റെ എത്ര പോർഷൻ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് കൊടുക്കുന്ന വോൾട്ട് ഏതാണ്, VF. ഔട്ട്പുട്ട് വോൾട്ട് ഏതാണ്, Vout. ദാറ്റ് ഈസ് ബീറ്റ = നമുക്കറിയാം VF/Vout ആണ് അല്ല. അപ്പോൾ VF-ഉം Vout-ഉം കണ്ടുപിടിക്കണം. Vout എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് 1 and 2. 1-നും 2-നും അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് Vout എന്ന് പറയുന്നത്. 1-നും 2-നും അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏതാണ് നോക്കിയേ, Z1-ന് പാരലായിട്ട് അല്ലേ, അല്ലെങ്കിൽ Z3യുടെയും Z2 HIEയുടെയും കോമ്പിനേഷന് പാരലായിട്ട് വരുന്ന വോൾട്ടേജ് ആണ് വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് Vout = വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം, കറണ്ട് ഇൻറ്റു അവിടുത്തെ ഇമ്പിഡൻസ് ചെയ്താൽ മതി. Z3 ഏതിന് സീരീസ് ആയിട്ട് ഇരിക്കുന്നു, Z2ഉം HIEയുടെയും പാരലൽ കോമ്പിനേഷന് സീരീസ് ആയിട്ട് ഇരിക്കുവാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് Vout = Z3 + Z2 HIE
ഡിവൈഡഡ് ബൈ Z2 പ്ലസ് HI ദി ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ I1. അവിടുത്തെ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടുത്തെ വോൾട്ടേജ് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് വി ഔട്ട് ഈസ് ഈക്വൽ എന്ത് കിട്ടും? HIE ഇൻറ്റു Z2 പ്ലസ് Z3 പ്ലസ് Z2 Z3 ഡിവൈഡഡ് ബൈ Z2 പ്ലസ് HIE ഇൻറ്റു I1 കിട്ടും. വി ഔട്ട് കിട്ടും. നെക്സ്റ്റ് അതേപോലെ തന്നെ VF എന്ന് പറഞ്ഞാൽ എവിടുത്തെ വോൾട്ടേജാണ്? ടെർമിനൽ 2നും 3ൻ്റെയും ഇടയിലുള്ള വോൾട്ടേജാണ്. അവിടുത്തെ വോൾട്ടേജ് അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? ടെർമിനൽ 2നും 3നും ഇടയിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറണ്ടിൻ്റെ അവിടുത്തെ ഇമ്പിഡൻസ് ചെയ്താൽ മതി അല്ലേ. 2നും 3നും ഇടയിൽ എന്തോ വന്നേക്കുന്നത് നമ്മുടെ ഇക്വലൻസ് സർക്യൂട്ട് നോക്കിയാൽ 2നും 3ൻ്റെ ഇടയിൽ വന്നേക്കുന്ന Z2ഉം HIയും പാരലായിട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ പാരൽ കോമ്പിനേഷൻ്റെ ഇക്വലൻ്റ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ Z2 HI ഡിവൈഡ് ബൈ Z2 പ്ലസ് HI ഇൻറ്റു അവിടുത്തെ കറണ്ട് എന്താണ്? I1. ദാറ്റ് ഈസ് അപ്പോൾ VF കിട്ടി, വി ഔട്ട് കിട്ടി. അപ്പോൾ VFും വി ഔട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ബീറ്റ കണ്ടുപിടിക്കാമല്ലോ. ബീറ്റ ഈസ് ഈക്വൽ ടു VF ബൈ വി ഔട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു Z2 HI ഡിവൈഡഡ് ബൈ HI ഇൻറ്റു Z2 പ്ലസ് Z3 പ്ലസ് Z2 Z3 എന്ന് കിട്ടി. അപ്പം എയും കിട്ടി ബീറ്റയും കിട്ടി. അപ്പോൾ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ബീറ്റ ഈസ് ഈക്വൽ 1 എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ജനറൽ ഇക്വേഷൻ ഓഫ് ദി ഓസിലേറ്റർ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടി? ദാറ്റ് ഈസ് ജനറൽ ഇക്വേഷൻ ഓഫ് ദി ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ HIE ഇൻറ്റു Z1 പ്ലസ് Z2 പ്ലസ് Z3 പ്ലസ് Z1 Z2 ഇൻറ്റു 1 പ്ലസ് HFE പ്ലസ് Z2 Z3 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് ദി ഓസിലേറ്റർ. നമ്മുടെ കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണെങ്കിൽ Z1ഉം Z2ഉം Z3 എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Z1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ C1ൻ്റെ ഇമ്പിഡൻസ് ആണ്. Z2 എന്ന് പറഞ്ഞാൽ C2ൻ്റെ ഇമ്പിഡൻസ്. Z3 എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ Lൻ്റെ ഇമ്പിഡൻസ് ആണ്. അപ്പം Z1 Z2 Z3 അപ്പോൾ ഇവിടുത്തെ എങ്ങനെ ആയിരിക്കും? Z1 എന്ന് പറഞ്ഞാൽ 1/j ഒമേഗ C1 ആയിരിക്കും. Z2 എന്ന് പറഞ്ഞാൽ 1/j ഒമേഗ C2 ആയിരിക്കും. Z3 എന്ന് പറഞ്ഞാൽ j ഒമേഗ L ആയിരിക്കും അല്ലേ. അപ്പോൾ ആ വാല്യൂസ് എടുത്ത് നമ്മുടെ ജനറൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് മൈനസ് ജെ ഇൻറ്റു HI ഇൻറ്റു 1/ഒമേഗ C1 പ്ലസ് 1/ഒമേഗ C2 മൈനസ് ഒമേഗ L മൈനസ് 1 പ്ലസ് HFE ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ C1 C2 പ്ലസ് L ബൈ C2 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ. കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന അതേ പ്രോസസ്. ഫ്രീക്വൻസി ഓസിലേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ്റെ ഇമാജിനറി പാർട്ടിനെ എടുത്ത് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ജെ ഉള്ള പാർട്ടിനെ എടുത്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? HIE ഇൻറ്റു 1/ഒമേഗ C1 പ്ലസ് 1/ഒമേഗ C2 മൈനസ് ഒമേഗ L ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/LC1 പ്ലസ് 1/LC2 എന്ന് കിട്ടും. ഒമേഗ എന്ന് വെച്ചാൽ നമുക്കറിയാം 2πf ആണ്. അപ്പോൾ അതിൽ നിന്ന് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F ഈസ് ഈക്വൽ ടു എന്തുണ്ടോ? F ഈസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് 1/LC1 പ്ലസ് 1/LC2. ഇതാണ് കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. അപ്പോൾ കോൾപിറ്റ്സ് ഓസിലേറ്ററിനെ പറ്റി ചോദിച്ചാൽ നമ്മൾ എന്താണ്? ആദ്യം സർക്യൂട്ട് വരയ്ക്കുക, അതൊരു LC ഓസിലേറ്റർ എന്ന് പറയുക, അതിൻ്റെ അകത്തുള്ള കമ്പണൻസ് എന്തൊക്കെയാണെന്ന് പറയുക, അതിൻ്റെ വർക്കിംഗ് പറയുക. വർക്കിംഗ് പറഞ്ഞിട്ട് അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇക്വലൻ സർക്യൂട്ട് വരയ്ക്കണം. ഇക്വലൻ സർക്യൂട്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ പറയേണ്ട അസംഷൻസ് എന്ന് പറയാം. HREയും HOയും നമ്മൾ നിഗ്ലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അത് നിഗ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇക്വലൻ സർക്യൂട്ട് വരച്ചു. ഇക്വലൻ സർക്യൂട്ട് വരച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ഓസിലേറ്ററിന് ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ബാർഖൗസൻ ക്രൈറ്റീരിയ ABT ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എയും ബീറ്റയും കണ്ടുപിടിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമ്മുടെ ജനറൽ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ജനറൽ ഇക്വേഷൻ്റെ അകത്ത് നമ്മുടെ കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ Z1 Z2 Z3 എന്താണെന്ന് വെച്ചാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. അതിൻ്റെ ഇമാജിനറി പാർട്ട് എടുത്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ കിട്ടും. ഒമേഗയിൽ നിന്ന് നമ്മൾ ഫ്രീക്വൻസി F കണ്ടുപിടിക്കും. അതാണ് കോൾപിറ്റ്സ് ഓസിലേറ്റർ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഹാർലി ഓസിലേറ്റർ. ഹാർലി ഓസിലേറ്ററും ഒരു LC ഓസിലേറ്റർ തന്നെയാണ്. അതിൻ്റെയും ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയേക്കുന്ന കപ്പാസിറ്ററും ഇൻഡക്ടറും വെച്ചാണ്. പടം നോക്കിയേ, കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ അതേ പടം തന്നെയായിരിക്കും, ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് അതിൽ വ്യത്യാസം? കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണെങ്കിൽ നമുക്ക് 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ആണ് അല്ലേ. ഹാർലി ഓസിലേറ്റർ വരുമ്പോൾ അവിടെ ചെറിയ വ്യത്യാസം വരും. അവിടെ ഒറ്റ കപ്പാസിറ്ററും 2 ഇൻഡക്ടറും ആണ് അല്ലേ. C മാത്രമേ ഉള്ളൂ, പിന്നെ 2 ഇൻഡക്ടേഴ്സ് L1 L2 ആണ്. പടം നോക്കിയേ, അത് മാത്രമേ ഉള്ളൂ ഹാർലി ഓസിലേറ്ററും കോൾപിറ്റ്സ് ഓസിലേറ്ററും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. രണ്ടും LC ഓസിലേറ്റർ. ദ ഹാർലി ഓസിലേറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് ഓസിലേറ്റർ സർക്യൂട്ട് ഇൻ വിച്ച് ദ ഓസിലേഷൻ ഫ്രീക്വൻസി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി tuned circuit containing inductor and capacitor. It is a type of LC oscillator and is widely used. എവിടെയാണ് widely using? It is widely used in radio receivers ലാണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. ഓക്കെ, വർക്കിംഗ് എന്താണ്? വർക്കിംഗ് സിമിലർ ടു ദാറ്റ് ഓഫ് കോൾപിറ്റ്സ് ഓസിലേറ്റർ പോലെ തന്നെ ആയിരിക്കും.
പിന്നെ the output of the amplifier is applied across the inductor L1 and the voltage across L2 forms the feedback voltage, where L1 and L2 is inductively coupled and the combination works as an auto transformer. Operation is similar to Colpitts oscillator പോലെ ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു L1 and L2 ഒന്നിച്ചിരിക്കുന്ന കാരണമായിട്ട് അവിടെ ഒരു mutual inductance, as L1 and coils L1 and L2 are wound on the same core, there is an effect of mutual inductance between them. അപ്പോൾ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. Therefore the net inductance നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? L1 L2 മാത്രം എടുത്താൽ പോരാ, ഇത് തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസും എടുക്കണം. ദാറ്റ് ഈസ് L ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 പ്ലസ് 2M ആയിരിക്കണം അല്ലേ? അത് വെച്ച് വേണം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ. അങ്ങനെ ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ ഒരു ഹാർലി ഓസിലേറ്റർ ഉണ്ടാക്കുന്ന ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? F ഈസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് C ഇൻറ്റു L1 പ്ലസ് L2 പ്ലസ് 2M എന്നായിരിക്കും കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം? അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സെയിം പ്രോസസ്സാണ്. ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കണം. ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത അതേ അസംഷൻസ്, HRE എന്താണ്? HRE ഓഫ് ദി ട്രാൻസിസ്റ്റർ ഇസ് നെഗ്ലിജിബിളി സ്മോൾ, ദെയർഫോർ HRE ഇൻറ്റു വി ഔട്ട് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. പിന്നെ HOE ഓൾസോ വെരി സ്മോൾ, ദെയർഫോർ 1/HOE നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു അല്ലേ? അത് രണ്ടും നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വലൻറ്റ് സർക്യൂട്ട് എങ്ങനെ വരും? ഇത് സെയിം ഇക്വലൻറ്റ് സർക്യൂട്ടാണ്. കാരണം ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് സെയിം ആണ്. മറ്റേതും ഇതേം ഒരേപോലെ Z1 Z2 Z3 സെയിം ഇക്വലൻറ്റ് സർക്യൂട്ട്. അതുകൊണ്ട് ബാക്കി പ്രോസസ്സ് പഴയ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പഴയ പോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ ഓഫ് ദി ഓസിലേറ്റർ ഡിറൈവ് ചെയ്യുക. ജനറൽ ഇക്വേഷൻ ഓഫ് ദി ഓസിലേറ്റർ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നത്? A ബീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എയും ബീറ്റയും കണ്ടുപിടിച്ച് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് Z1 Z2 Z3 വെച്ചുള്ളൊരു ഇക്വേഷൻ കിട്ടും അല്ലേ? ഇക്വേഷൻ എങ്ങനെ കിട്ടുന്നത്? ദാറ്റ് ഈസ് ഇക്വേഷൻ എങ്ങനെയാണ്? നമ്മൾ ജനറൽ ഇക്വേഷൻ എങ്ങനെ കിട്ടും? HI ഇൻറ്റു Z1 പ്ലസ് Z2 പ്ലസ് Z3 പ്ലസ് Z1 Z2 ഇൻറ്റു 1 പ്ലസ് HFE പ്ലസ് Z2 Z3 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? അതാണ് നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ ഫോർ ഓസിലേറ്റർ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. കഴിഞ്ഞ കോൾപിറ്റ്സ് ഓസിലേറ്റർ കണ്ടുപിടിച്ച അതേ സ്റ്റെപ്സ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുക. ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ജനറൽ ഇക്വേഷൻ ഓഫ് ദി ഓസിലേറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ഹാർലി ഓസിലേറ്റർ നമുക്കറിയാം Z1ഉം Z2ഉം Z3ഉം എന്താണ്? Z1 എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് L1ൻ്റെ ഇമ്പിഡൻസ് ആണ്. Z2 എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ L2ൻ്റെ ഇമ്പിഡൻസ് ആണ്. Z3 എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ഉണ്ടല്ലോ C, അതിൻ്റെ ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ആ വാല്യൂസ് എടുത്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Z1 എന്ന് പറഞ്ഞാൽ jωL1 ആണ്. Z2 എന്ന് പറഞ്ഞാൽ jωL2 ആണ്. Z3 എന്ന് പറഞ്ഞാൽ 1/jωC. അല്ല സോറി ഇവിടെ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്യണം അല്ലേ? ദാറ്റ് ഈസ് Z1 എന്ന് പറഞ്ഞാൽ jωL1 പ്ലസ് ഈ L1ഉം L2ഉം കൂടിച്ചിരിക്കുന്ന കാരണമായിട്ട് അവിടെ ഉണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ Z1 ഈസ് ഈക്വൽ ടു jωL1 പ്ലസ് jωM ആൻഡ് ഓൾസോ Z2 ഈസ് ഈക്വൽ ടു jωL2 പ്ലസ് jωM ആൻഡ് Z3 എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് കാരണമായിട്ടുള്ള ഇംപിഡൻസ് ആണ്. ദാറ്റ് ഈസ് 1/jωC ആണ്. അപ്പോൾ ഈ വാല്യൂസ് Z1ൻ്റെ Z2ൻ്റെ Z3യുടെ വാല്യൂസ് എടുത്ത് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഓഫ് ദി ഓസിലേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? jωHI ഇൻറ്റു L1 പ്ലസ് L2 പ്ലസ് 2M മൈനസ് 1/ω²C മൈനസ് ω² ഇൻറ്റു L2 പ്ലസ് M ഇൻറ്റു L1 പ്ലസ് M ഇൻറ്റു 1 പ്ലസ് HFE മൈനസ് 1/ω² C ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? അതെന്തും കെട്ടിക്കോട്ടെ. നമുക്കറിയാം ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഇമാജിനറി പാർട്ടിനെ എടുത്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകേണ്ട ആ ഇമാജിനറി പാർട്ടിൻ്റെ പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു തരും. എന്നിട്ട് നമ്മൾ ഇമാജിനറി പാർട്ടിനെ എടുത്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? ωHI ഇൻറ്റു L1 പ്ലസ് L2 പ്ലസ് 2M മൈനസ് 1/ω² C ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്ത് നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? ω² C ഈസ് ഈക്വൽ 1/L1 പ്ലസ് L2 പ്ലസ് 2M എന്ന് കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് നമുക്കറിയാം ω ഈസ് ഈക്വൽ ടു 2πf ആണ്. അപ്പം എഫ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ω² എന്ന് പറഞ്ഞാൽ 2πf ദി ഹോൾ സ്ക്വയർ. അതിൻ്റെ അകത്തുനിന്ന് എഫ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് C ഇൻറ്റു L1 പ്ലസ് L2 പ്ലസ് 2M എന്ന് കിട്ടും. അതാണ് ഒരു ഹാർലി ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റർ. എഫ് ഈസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് C ഇൻറ്റു L1 പ്ലസ് L2 പ്ലസ് 2M. അപ്പോൾ LC ഓസിലേറ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ള രണ്ടെണ്ണമാണ് കോൾപിറ്റ്സ് ഓസിലേറ്ററും ഹാർലി ഓസിലേറ്ററും. ഇത് രണ്ടും LC ഓസിലേറ്ററാണ്. കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെയും ഹാർലി ഓസിലേറ്ററിൻ്റെ ഫിഗർ ഓൾമോസ്റ്റ് സെയിം ആണ്, ചെറിയ വ്യത്യാസം മാത്രം. കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണെങ്കിൽ 2 കപ്പാസിറ്ററും 1 ഇൻഡക്ടറും ആയിരിക്കും. ഹാർലി ഓസിലേറ്റർ ആണെങ്കിൽ 2 ഇൻഡക്ടറും 1 കപ്പാസിറ്ററും ആയിരിക്കും. പടം വരയ്ക്കുക, അതിൻ്റെ വർക്കിംഗ് പറയുക. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി തുടക്കത്തിലെ പോർഷൻ രണ്ടിനും സെയിം ആണ്. നമ്മൾ ജനറൽ ഇക്വേഷൻ ഓഫ് ദി ഓസിലേറ്റർ ഡിറൈവ് ചെയ്യുക. ജനറൽ ഇക്വേഷൻ ഓഫ് ദി ഓസിലേറ്റർ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കും. ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാനായിട്ട് HR ഇൻറ്റു വി ഔട്ട് നിഗ്ലക്ട് ചെയ്യുന്നു, HOE നിഗ്ലക്ട് ചെയ്യുന്നു. എന്നിട്ടുള്ള ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ
എന്താണ് ജനറൽ ഇക്വേഷൻ ഓഫ് ദി ഓസിലേറ്റർ Z1 Z2 Z3യുടെ ടേംസിലുള്ള ജനറൽ ഇക്വേഷൻ ഓഫ് ദി ഓസിലേറ്റർ ഡിറൈവ് ചെയ്യുക. എന്നിട്ട് കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണെങ്കിൽ Z1 Z2 Z3 എന്താണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫ്രീക്വൻസി അതിൻ്റെ ഇമാജിനറി പാർട്ടിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഹാർലി ഓസിലേറ്റർ ആണെങ്കിൽ Z1 Z2 Z3 എന്താണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാർലി ഓസിലേറ്ററിൻ്റെ അകത്ത് Z1 Z2 L1 L2 ആണ്. പിന്നെ അവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റും കൂടെ വരുന്നുണ്ട്. അതും കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ അടുത്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. നമുക്ക് സോൾവ് ചെയ്യുക. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കും. ഇത്രയും ചെയ്ത് വെക്കണം. ഓക്കെ.